തുളി 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 തുളി. എൻ്റെ മോനെ, ഹലോ മച്ചന്മാരെ, കൊച്ചു ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ് മച്ചന്മാരെ. ഇന്നത്തെ വീഡിയോ നടക്കുന്ന നമ്മൾ അടിപൊളിയുള്ള ഒരു ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്ന ഫിഷിംഗ് സ്പോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും പോകുന്ന സ്ഥലം തന്നെയാണ്. കേസ് നമ്മുടെ മുക്കത്താണ് നമ്മൾ ഇന്നും പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരുമില്ല, ഞാനിന്ന് ഒറ്റയ്ക്കാണ് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാമ്പരെ, നമ്മൾ നേരെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും കലാപരിപാടി നമുക്ക് തുടങ്ങിയേക്കാം. ഓക്കെ. അപ്പോൾ മച്ചാമ്പരെ, നമ്മുടെ കുപ്പിച്ചുകൊണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം 3-4 കുപ്പിച്ചുകൊണ്ടേ എടുത്തിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ തീറ്റയ്ക്കുള്ള പാത്രമൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കവറിനകത്തോട്ട് നമ്മുടെ കൂട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തായാലും നോക്കുവാണെങ്കിൽ നല്ല ഒഴുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടി നോക്കാം, നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത് കേട്ടോ. ഏറുകൊണ്ടുള്ള തീറ്റയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അറിയാം കേട്ടോ. അപ്പം അടിയൊഴുക്കായതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒഴുകി പോകണം. നമ്മൾ ഒരെണ്ണം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം അടിയിൽ കൂടി ഇങ്ങനെ എല്ലാം ഒഴുകി പോകണം. നമുക്ക് നോക്കാം. എല്ലാം കുരുങ്ങാൻ ചാൻസ് കാണും. നമുക്ക് നീട്ടി നീട്ടി അറിയാം. നമ്മൾ അടുത്ത എറിയുകൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തറിയാം. അപ്പോൾ മച്ചാമാരെ, എന്നും പോലെ നമ്മൾ അവിടെ ഒരു സ്റ്റിക്കലാണ് നമ്മളൊരു എറിഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കുപ്പിച്ചുകൊണ്ട് കണ്ടല്ലോ ഗിസ്, അതിങ്ങനെ നിരത്തി ഒരു 3 എല്ലാം കൂടെ നമ്മളൊരു 4 അയച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ 8 6 ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിന്നൊരു 4 മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് മീൻ അടിക്കില്ല നമുക്ക് നോക്കാം. പക്ഷേ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞതല്ലോ, നമ്മളിന്ന് കോരുവേല എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ. നമുക്കിന്ന് കോരുവേല ഇല്ലാത്തതുകൊണ്ട് എന്തായിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, നമ്മൾ മണി സെറ്റ് ചെയ്തില്ല ഗീസ്. ആ ഒരു മണി എടുക്കാൻ മറന്നു വെക്കാം. മീൻ അടിക്കുമ്പോൾ മണി കൊല്ലുമ്പോൾ നമ്മൾ പോയി എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മണി എടുക്കാനും മറന്നുപോയി. അപ്പോൾ എന്തായിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല ഗീസ്. അപ്പോൾ എന്തായാലും മീൻ അടിച്ച് കഴിഞ്ഞാൽ നൂല് വലിയുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക, എന്നിട്ട് പിടിച്ച് വലിച്ചു കയറ്റും. ഓക്കെ. അപ്പോൾ ഗീസ്, നമുക്കങ്ങനെ ഒരു വലിയൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നൂല് പിടിച്ച് വലിക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു നൂല് ശ്രദ്ധിച്ചോണേ, പിടിച്ച് വലിക്കുന്നുണ്ടാണ്. ഇപ്പോൾ 2-3 വട്ടം പിടിച്ച് വലിച്ചു നോക്കാം, വെയിറ്റ് ചെയ്യാം. കണ്ടോ കേസ്, പിടിച്ച് വലിക്കുന്നുണ്ടേ. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മണിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കേസിനകത്തുണ്ട് കേട്ടോ. കേസിനകത്തുണ്ടെന്ന് തോന്നി. ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, തൂളി വല്ലതും ആയിരിക്കും. എല്ലാം ഒഴുക്കുണ്ട് കേട്ടോ. തുളി 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 തുളി. എൻ്റെ മോനെ, ഹുക്കിന്ന് വിട്ടു പോയി കേസ്. നമ്മൾ നെറ്റൊന്നും എടുത്തില്ല കേട്ടോ. ആ പടെ സീനായി കേട്ടോ. ഇതങ്ങോട്ട് ചുറ്റുമായിരുന്നു കേട്ടോ. ഈ ചുറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ സ്റ്റിക്കിൽ മീൻ അടിച്ചാൽ തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പറ്റിയെന്ന് പറഞ്ഞാൽ മണി എടുത്തിട്ടില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ അബദ്ധം. എന്നിട്ട് 5 മിനിറ്റൊക്കെ ആയുള്ളൂ. അപ്പോൾ അതിന് ഇവിടെ സ്റ്റിക്കിനും അടിച്ചാൽ തോന്നുന്നു കേട്ടോ. കാരണം സ്റ്റിക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നുണ്ട് കേട്ടോ.
നോക്കാവേ. കണ്ടോ മീനടിച്ചാൽ തോന്നുന്നു കേട്ടോ. അപ്പം ചെറിയ രീതിക്കേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ചെറിയ രീതിക്കാണ് കുലുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് മേളിൽ പോയിട്ട് ഒന്നുകൂടെ കയറി കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ തന്നെ നല്ല രീതിക്ക് ഫൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. വലിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഗീസ് നമുക്ക് ഫസ്റ്റ് മീൻ മിസ്സായേ. നമ്മൾ വീണ്ടും അടുത്തെറിയാൻ വേണ്ടി പോട്ടോ. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്. ഇതെത്തിരി നമുക്ക് നോക്കാം. നമുക്ക് ഈ കമ്പലായിട്ട് കെട്ടിയിടാം. അപ്പം കേസ് നമുക്ക് ഫസ്റ്റ് മീൻ തന്നെ മിസ്സായിപ്പോയി. ഓക്കെ, അതിനെ കാരണം അറിയില്ല കേസ്, വല ഇല്ലാത്തതുകൊണ്ടാണ് മിസ്സായി പോയത്. അപ്പം നമ്മൾ വീണ്ടും ബാക്കിയെല്ലാം എറിഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുവാണ് കേസ്. വീണ്ടും മീൻ അടിച്ചിട്ടോ. ആദ്യം തന്നെ മീൻ അടിച്ചേ. വീണ്ടും അവിടെ തന്നെ മീൻ അടിച്ചിട്ടുണ്ട്. നൂലിപ്പം വലിഞ്ഞായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടിപ്പം തന്നെ നൂല് വലിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ ഇതിനകത്ത് മീൻ അടിച്ചിട്ടോ. ഉണ്ടോ വലിക്കുന്നുണ്ടോ? നല്ല രീതിക്ക് വലിക്കുന്നുണ്ടോ? നോക്കാവേ. കുരുങ്ങി പോയി തന്നിട്ടോ. ഗൈസ് പോയി ഗൈസ്, കമ്പിനകത്ത് കുരുങ്ങി. ഷിറ്റ്, ഇവിടെ കഷ്ടമാണോ നമുക്കിന്ന്. നമ്മുടെ കുപ്പി അങ്ങ് താഴെ കൊണ്ട് കേട്ടോ. കൂറില്ല കേട്ടോ. പ്ലീസ് നമുക്ക് ഇപ്പം അടിച്ചേക്കുന്നൊരു കൂറില്ല കേട്ടോ. അത്യാവശ്യം സൈസുള്ളൊരു കൂറില്ല കേട്ടോ. നമുക്കിന്ന് കിട്ടിയേക്കുന്ന ഒരു കൂറിലായത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു കൂറിൽ നമുക്കിന്ന് അടിച്ചേറ്റാൻ വേണ്ടി പറ്റിയേ. അപ്പം 2 മിസ്സായിപ്പോയി. അപ്പം നമുക്കിന്ന് കിട്ടിയേക്കുന്ന ഇവനാ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു കൂറില്ലേ. ഒരു മുതലിനെ എടുത്ത് വലക്കത്തിട്ടാക്കാവേ. ഉക്കൊന്ന് അടിക്കട്ടെ. അപ്പം ഗീസ് അവിടെ ഒരു നേറ് ചൂണ്ടയാണ് ഇപ്പം മീൻ അടിച്ചത്. പക്ഷേ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല ഗീസ്. കാരണം ആ ഒരു നൂല് അവിടെ നിന്ന് വിട്ട് തറയിൽ കിടക്കുമായിരുന്നു. നോക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട്. നോക്കുമ്പോൾ കുപ്പി കിടന്ന് തറയിൽ കിടന്ന് അങ്ങ് റോൾ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയിലാണല്ലോ നൂല് ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ മീൻ അടിച്ചപ്പോൾ കുപ്പി കിടന്ന് കറങ്ങുവാണേ. നിലത്തൂടെ കിടന്ന് വള്ളി അങ്ങ് വലിഞ്ഞു. ഞാൻ ഇച്ചിരി കൂടെ ഉള്ളായിരുന്നു. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ കുപ്പി ഇപ്പോൾ നേരെ ആട്ടിച്ചാടി തന്നെ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ടാസ്ക് വന്നതിന്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മീനെ അടിച്ചു തരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ ഇട്ട് വെച്ചേക്കുക. വീണ്ടും വലിയ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ട് നമുക്ക് മീൻ അടിച്ചേറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു കിട്ടായിട്ടുള്ളൊരു ഫിഷ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.